സ്നേഹപ്പെട്ട എല്ലാവർക്കും പദ്ധതിയിലേക്ക് സ്വാഗതം. കാഴ്ചയിലല്ല വിശ്വാസത്തിലത്രേ ഞങ്ങൾ നടക്കുന്നത്. 2 കൊരിന്ത്യർ 5-7 ആട്ടിടയനായ ദാവീദിന്റെയും ഗോലിയാത്തുമായുള്ള അവൻ്റെ പോരാട്ടത്തിൻ്റെയും കഥ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. 40 ദിവസം ഗോലിയാത്ത് ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിച്ച് തന്നോട് യുദ്ധം ചെയ്യുവാൻ ആരെങ്കിലും അയപ്പാൻ അവരെ പരിഹസിച്ചു. 1 ശമൂവേൽ 17-12 അവൻ്റെ ഭീകരമായ ശരീരം കണ്ട് സ്വാഭാവികമായും അവർ ഭയപ്പെട്ടു. അപ്പോഴാണ് തൻ്റെ മൂത്ത സഹോദരങ്ങൾക്ക് ഭക്ഷണസാധനങ്ങൾ കൊണ്ടു കൊടുക്കേണ്ടവാൻ പിതാവിനാൽ അയക്കപ്പെട്ട യുവാവ് ദാവീദ് പ്രത്യക്ഷപ്പെട്ടത്. 17-18 ദാവീദ് ഈ അവസ്ഥയെ എങ്ങനെയാണ് വീക്ഷിച്ചത്? കാഴ്ചയിലല്ല, ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവൻ ഭീമനെ കണ്ടു. പക്ഷേ അതിലും വലിയവനായ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. അവൻ ഒരു ബാല്യനായിരുന്നിട്ടും ശൗൽ രാജാവിനോട് പറഞ്ഞു, ഈ ഫെലിസ്ത്യനെക്കുറിച്ച് വിഷമിക്കേണ്ട, ഞാൻ അവനോട് യുദ്ധം ചെയ്യുവാൻ പോകുന്നു. 17-32 പിന്നെ അവൻ ഗോലിയാത്തിനോട് പറഞ്ഞു, യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. അത് തന്നെയാണ് ദൈവം ചെയ്തതും. ദൈവത്തിൻ്റെ സ്വഭാവത്തിലും ശക്തിയിലും ആശ്രയിക്കുന്ന കാഴ്ചയേക്കാൾ വിശ്വാസത്താൽ ജീവിപ്പാൻ നമ്മെ സഹായിക്കും. എന്താണിന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ദൈവത്തിലുള്ള വിശ്വാസത്താൽ നടക്കുക എന്നത് ഇക്കാലത്ത് എങ്ങനെ സാധ്യമോ? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, എൻ്റെ പോരാട്ടങ്ങൾ നിന്നെയും നിൻ്റെ സ്വഭാവത്തെയും വിശ്വസിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എന്നെ കാണിക്കണമേ. അവിടുന്ന് ശക്തനും സ്നേഹവാനുമല്ലോ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നിൽക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.